മകളുടെ ജീവിതം രക്ഷിക്കാൻ ഒരു വഴിയും ഇല്ലാതായ ശ്രീകല എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കേണ അപേക്ഷിക്കുമ്പോൾ അച്യുതൻ ശ്രീകലയ്ക്ക് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അതിലാണ് ഇനി കഥ മുൻപോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ സാന്ത്വനത്തിൽ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അതിനു മുമ്പ് ഇപ്പോൾ ബാലൻ ഉദയഭാനുവിനെ വിളിച്ച് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ആഘോഷമാണ്, അതെന്താണെന്ന് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ ഹൈദരാബാദിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മീറ്റിംഗ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ, മീറ്റിങ്ങിനേക്കാൾ വലുത് മിസ്റ്റർ ബാലൻ്റെ സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു നാളെ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട്. ഇതേ സമയം ഗോമതി ദേവിയെ കുറേ തല്ലി, കുറേ വായിൽ വന്നതെല്ലാം വിളിച്ച് പറഞ്ഞ ശേഷം നേരെ ഒന്ന് വെളുത്തോട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നാളെ നേരം വെളുത്ത ഉടനെ അവരെ വിളിച്ചു വരുത്തി ദേവിയെ പറഞ്ഞയക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആനന്ദും ഗോമതിയും ബാലനും മീനും ഇത്രയൊക്കെ ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കുകയാണ്. ദേവിയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്ത ശേഷം ഇനി നാളത്തെ എപ്പിസോഡിൽ ഉദയഭാനും ശ്രീകലയും ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് ദേവമംഗലത്തേക്ക് എത്താൻ പോകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് വിക്കൊക്കെ വെച്ച് നല്ല റെഡിയായി ശ്രീകല പട്ടുസാരിയെ കൊടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഉദയഭാനു, ഹായ് മിസ്റ്റർ ബാലൻ, ഗുഡ് മോർണിംഗ്, എന്താണ് ഇവിടെ ആഘോഷം, ആരുടെയെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും ആണോ, എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട്. ശ്രീകല ഇനിയിപ്പോൾ ദേവി മോൾക്ക് എന്തെങ്കിലും വിശേഷമായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു പ്രതീക്ഷയിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഗോമതി, എന്താ വിളിച്ചു വരുത്തിയത് രാവിലെ തന്നെ, എന്തെങ്കിലും വിശേഷമാണോ, ദേവി മോൾക്കാണോ വിശേഷം, അതോ മീനുനോ മിത്രയ്ക്കോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോമതി, വിശേഷമുണ്ട്, വലിയ വിശേഷമാണ്, ദേവി മോൾക്ക് തന്നെയാണ് വിശേഷം, എന്താണെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഉദയഭാനു, അതിരിക്കട്ടെ, ആനന്ദ് മോൻ എവിടെ, ദേവി മോൾ എവിടെ, രണ്ടുപേരെയും കാണാനില്ലല്ലോ, ആനന്ദ് മോൻ ജോലിക്ക് പോയി കാണും അല്ലേ, എത്ര കാലമുണ്ട് ആനന്ദിനോട് ആ ജോലി ഒന്ന് ഉപേക്ഷിക്കാൻ പറയുന്നു, എനിക്ക് എന്തുമാത്രം ബിസിനസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ബിസിനസ് നോക്കി നടത്തിയാൽ പോരെ, ആനന്ദ് മോനും ദേവി മോൾക്കും സുഖമായിട്ട് ജീവിക്കാലോ. പക്ഷെ ഞാനത് പറയുമ്പോൾ ഒരിക്കലും ആനന്ദ് കേൾക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ആനന്ദ് അപ്പുറത്തുനിന്ന് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു സാധനം എടുത്ത്, ഒരു സ്റ്റാച്യു എടുത്ത് തലയിലിട്ട് അടിക്കാൻ വരികയാണ്, ഉദയഭാനുവിനെ അടിക്കാൻ വരികയാണ്. അങ്ങനെ ഇവർ പേടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉദയഭാനു ശ്രീകലയും. അങ്ങനെ ആനന്ദിനെ ആര്യനും ആകാശമൊക്കെ ചേർന്ന് പിടിച്ചു വെക്കുന്നു. എന്നിട്ട് ആനന്ദ് ഇങ്ങനെ ബാക്കി പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, ഈ പെരുങ്കള്ളന്റെ നാടകം കണ്ടോ, ഇപ്പോഴും നിങ്ങൾ ആരും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാടകം തുടർന്നുകൊണ്ടേ പോവും ജീവിത അവസാനം വരെ, മറ്റുള്ളവരെ പറ്റിക്കണമെന്ന് മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദേ നീ നിർത്ത്, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ബാലൻ തുടങ്ങുകയാണ്. അങ്ങനെ എടോ, തന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് തന്നെക്കുറിച്ചോ തൻ്റെ കുടുംബത്തെക്കുറിച്ചോ തൻ്റെ മോളെക്കുറിച്ചോ ഒന്നും ഞാൻ അന്വേഷിക്കാതിരുന്നത്. താൻ വലിയ ആളാണെന്നും ആരെയും പറ്റിക്കില്ല എന്നും ഞാൻ വിശ്വസിച്ചു, അല്ലാതെ തൻ്റെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഈ കല്യാണം നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ എന്താ മിസ്റ്റർ ബാലൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിനിപ്പോൾ ഇവിടെ എന്തുണ്ടായി എന്നൊക്കെ ഉദയഭാനു ചോദിക്കുന്നു. ശ്രീകല ചോദിക്കുന്നു, എന്താ കോമതി, എന്താ എല്ലാവരും വല്ലാതിരിക്കുന്നത്, ആനന്ദ് മോൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ പറയാണ് കേട്ടോ, മതി നാടകം കളിച്ചത്, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, ഇനി കൂടുതൽ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കേണ്ട, ഇത്ര കാലമൊക്കെ നിങ്ങളുടെ അഭിനയം ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ വെറും പാവങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചത്, പക്ഷേ ഇപ്പം മനസ്സിലായി നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എന്നൊക്കെ പറയാണ് ഗോമതി. അങ്ങനെ ഇവർക്ക് ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും പിടിച്ചോ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി റൂമിനകത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ദേവി വല്ലാതെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് രാത്രി ഉറങ്ങിയ ലക്ഷണമൊന്നുമില്ല, ആകെ കരഞ്ഞ് ക്ഷീണിച്ച് കണ്ണൊക്കെ ചോന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ ഇവർക്ക് ഏകദേശം കാര്യം പിടികിട്ടുന്നുണ്ട്. എന്നിട്ട് ദേവി മോളെ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അച്ഛ അഭിനയിച്ചത് മതി, എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അച്ഛൻ ആരാണെന്നും ഞാൻ ആരാണെന്നും നമ്മുടെ കുടുംബം എങ്ങനെയുള്ളതാണെന്നും നമ്മൾ ഒളിപ്പിച്ചു വെച്ച കള്ളങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാവർക്കും ഇപ്പം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം എന്തായാലും എല്ലാവരും കണ്ടുപിടിക്കാനാണ് പോകുന്നതെന്ന്, അത് സംഭവിച്ചു. ഞാൻ പേടിച്ച പോലെ തന്നെ ബാലച്ചനും അമ്മയും എന്നെ വെറുത്തു അമ്മയെ എന്ന് പറഞ്ഞ് അമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. എന്നിട്ട് എൻ്റെ മോളെ നീ കരയാതിരിക്കെ, നമ്മളതിന് അത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ശ്രീകല പറയുമ്പോൾ ചെയ്തിട്ടില്ലേ, നിങ്ങൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകെ ചൂടാവുകയാണ് കേട്ടോ. ഗോമതിയുടെ നിയന്ത്രണം എല്ലാം നശിക്കുകയാണ്. അങ്ങനെ ഗോമതി വായിൽ വന്നതെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഉദയഭാനും ശ്രീകലയും പറയാണ്, ബാലനും ഗോമതിയും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ മോളോട് ക്ഷമിക്കണം, നിങ്ങളോട് ഞങ്ങൾ ചില കള്ളം പറഞ്ഞു, ചില കാര്യങ്ങൾ മറച്ചു വെച്ചു, അതെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു, പക്ഷെ അതൊക്കെ ചെയ്തത് ഞങ്ങളാണ്, ഞങ്ങളുടെ മോളല്ല, ഞങ്ങളുടെ മോൾ ഒന്നും അറിയാത്തൊരു പാവമാണ്, അവൾ നിങ്ങളെയൊക്കെ സ്നേഹിച്ചത് സത്യമാണ്, ആനന്ദ് മോനെ സ്നേഹിച്ചത് സത്യമാണ്, ഞങ്ങളെക്കാൾ അച്ഛനും അമ്മയായ ഞങ്ങളെക്കാൾ വലുത് അവൾക്ക് ഈ ദേവമംഗലവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമാ. ഗോമതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ചില കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മോൾ ഇങ്ങോട്ട് കയറി വന്നത്, സമ്മതിച്ചു, പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ മോള് നന്നായിട്ടല്ലേ നിങ്ങളെ എല്ലാവരെയും നോക്കിയത്, ഈ വീട്ടിലുള്ള സകല ജോലിയും അവൾ ഒറ്റയ്ക്ക് ചെയ്തില്ലേ, മീനു ജോലിക്ക് പോകുമ്പോഴും മിത്ര കോളേജിൽ പോകുമ്പോഴൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് എൻ്റെ മോളല്ലേ, ആനന്ദിനെയും ബാലനെയും ഗോമതിയും ഒക്കെ അവൾ നന്നായിട്ടല്ലേ നോക്കിയത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ 4 കള്ളങ്ങളൊക്കെ ഒരു വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട്
ഇറങ്ങി പൊച്ചോടുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ആനന്ദിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആനന്ദേ നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബാലൻ പറയാണ് കേട്ടോ, കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങൾ പണക്കാരാണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ, നിങ്ങളുടെ മോൾ MA പഠിച്ചിരിക്കണം എന്ന് വല്ലത് ഞാനോ ഗോമതിയോ നിങ്ങളോട് ചോദിച്ചോ? അങ്ങനെ വല്ല കണ്ടീഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. എന്നിട്ട് എന്തിനായിരുന്നു ഞങ്ങളെ ഇത്രയും പറ്റിച്ചത്? നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും ദേവി നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മരുമകളാക്കുമായിരുന്നല്ലോ. സ്വത്തില്ലാത്തതോ പഠിപ്പില്ലാത്തതോ ഒന്നും ഞങ്ങളുടെ ഒരു വിഷയമല്ല. പക്ഷെ നിങ്ങൾ ഈ മറച്ചു വെച്ച് ചെയ്ത ചതിയുണ്ടല്ലോ, അതൊരിക്കലും ഞങ്ങൾ ആരും മറക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് ബാലൻ പറയുമ്പോൾ, എന്ത് ഇറങ്ങിപ്പോവാനോ? അതെങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ചോദിക്കുകയാണ്. അതേ ശരിയാവുള്ളൂ, മര്യാദയ്ക്ക് നിങ്ങളായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ച് പുറത്തിടണോ ഇവിടെ എന്നൊക്കെ ഗോമതി ചോദിക്കുമ്പോൾ, ഗോമതി ദേവി മോളെ വലിച്ച് പുറത്തിടോ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയാണ് ശ്രീകല. അങ്ങനെ അവിടെ ഒരു വഴക്ക് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ശേഷം ഗോമതി ദേവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പുറത്തെറിഞ്ഞ് ഡോർ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവി അതിനു മുമ്പ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ബാലന്റെ കാല് പിടിച്ചു, ഗോമതിയുടെ കാല് പിടിച്ചു. മീനു മിത്രേ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ആനന്ദേട്ടാ എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും കെഞ്ചി അപേക്ഷിച്ചതിന് ശേഷമാണ് ഗോമതി ദേവിയെ വലിച്ച് പുറത്തേക്ക് തള്ളുന്നത്. എന്നിട്ട് പുറത്താക്കി ഡോറൊക്കെ അടച്ചതിന് ശേഷം പുറത്ത് നിന്ന് ദേവി ഇങ്ങനെ ഡോറ് കൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയെ തുറക്കമ്മേ, എല്ലാവരും നോക്കി നിൽക്കുന്നു അമ്മേ, ഞാൻ അകത്ത് കയറട്ടെ അമ്മേ, തുറക്കമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് കുറേ കരയുന്നുണ്ട്, കെഞ്ചി അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. ഗോമതി ഡോർ തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദേവി കുറേ കരയുന്നുണ്ട്, ആ ഡോറിന്റെ പുറത്ത് ഇരുന്ന് കരയാണ്. അങ്ങനെ ശ്രീകലയും ഉദയഭാനും ദേവിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മോളെ, നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നു, നമുക്ക് വീട്ടിലേക്ക് പോവാം, നീ വാ എന്ന് പറഞ്ഞ് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത വീട്ടുകാരും കൃഷ്ണമംഗലത്തുകാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത വീട്ടുകാർക്ക് എന്താ പ്രശ്നം, എന്താ ദേവി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി ആകെ കരച്ചിലാണൊന്നും പറയുന്നില്ല. അങ്ങനെ ശ്രീകലയും ഉദയഭാനും ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ദേവമംഗലംകാരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യം അങ്ങനെ ആക്കി വരുത്തി തീർക്കാനായിട്ട് ഓരോന്നൊക്കെ ഇവരോടൊക്കെ പറയാണ് കേട്ടോ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോള്, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ വലിച്ച് പുറത്തിടുകയായിരുന്നു ആ ഗോമതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ, ആ ആനന്ദ് ഉണ്ടല്ലോ ഇവളുടെ ഭർത്താവ്, അവൻ നല്ലവനാണെന്ന് വിചാരിച്ചാ ഞങ്ങളുടെ മോളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. പക്ഷെ അവനുണ്ടല്ലോ ഇപ്പൊ ദേവിയെ വേണ്ടാതെയായി, അവന് വേറെ ഏതോ പെണ്ണുങ്ങളുമായിട്ട് അടുപ്പമുണ്ടോന്നാ ഇപ്പൊ ഞങ്ങളുടെ സംശയം, അതുകൊണ്ടായിരിക്കും ഒരു കാരണവുമില്ലാതെ എൻ്റെ മോളെ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞു നോണകൾ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. സ്വന്തം ഭാഗത്ത് തെറ്റില്ല എന്ന് കാണിക്കണല്ലോ അതിനായിട്ട്. അങ്ങനെ ഉദയഭാനും അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണമംഗലത്ത് അച്യുതനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവസാനം അച്യുതൻ ഇവരോട് വന്ന് പറയാണ്, ആ ദേവമംഗലത്തുള്ളവർ നിങ്ങളുടെ മോളോട് എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ വീട്ടുമുറ്റത്ത് നിന്ന് ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. നിങ്ങളുടെ മോളെ ദ്രോഹിച്ചു എന്നോ അമ്മായിച്ചനും ഭർത്താവും എല്ലാവരും ചേർന്ന് സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്ക്, പോലീസ് വരട്ടെ, വന്ന് നോക്കട്ടെ, എന്നിട്ട് അറസ്റ്റ് ചെയ്യേണ്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ എന്നൊക്കെ അച്യുതൻ ഇങ്ങനെ പറയുമ്പോൾ പോലീസോ എന്ന് പറഞ്ഞ് ഒന്ന് പേടിക്കുകയാണ് ഉദയഭാനു ശ്രീകലയൊക്കെ. പോലീസൊക്കെ വന്നു കഴിഞ്ഞ് ഇവരുടെ നാടകമൊക്കെ പൊളിയുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇന്ദിരാമയും അനന്തനൊക്കെ, അച്യുത നീ ഒന്നും മിണ്ടാതിരുന്നേ, കാര്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല, പോലീസിൽ പോകണമെന്നൊക്കെ പറയാൻ നമ്മൾ ആരാ, നമ്മൾ ഇതിൽ ഇടപെടണ്ട, അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നൊക്കെ അനന്തൻ പറയാണ് കേട്ടോ. അങ്ങനെ അച്യുതൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആൾക്ക് സന്തോഷം കൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല. ഇതിന്റെ ഇടയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രശ്നം ഒന്നുകൂടെ വഷളാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ദേവിയെ തിരിച്ച് ദേവമംഗലത്തേക്ക് കയറ്റാൻ ഒരു വഴിയും കാണാതാവുമ്പോഴാണ് അവസാനം അച്യുതൻ പറഞ്ഞ ഈ ഐഡിയയെക്കുറിച്ച് ശ്രീകലയും ഉദയഭാനും ആലോചിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് ധാരാളം പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.